ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ള ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഒന്നിപ്പോൾ ഇതാ കുളിച്ചു, വൈകുന്നേരം കുളിച്ചു. അപ്പോൾ ഒന്ന് അമ്പലത്തിലൊക്കെ പോകണമെന്നുണ്ട്. നമ്മളിവിടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള അമ്പലത്തിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഡ്രസ്സൊക്കെ ഒന്ന് മാറി നല്ല സുന്ദരിക്കുട്ടിയായിട്ട് അമ്പലത്തിൽ പോകണ്ടേ. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോകുമ്പോഴുള്ള ക്ലിപ്പൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ നേട്ടൻ ഓഫീസുള്ള ദിവസമാണ്. അപ്പോൾ വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതാ നമ്മൾ കുളിച്ചിട്ട് അമ്പലത്തിൽ പോവാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ഡ്രസ്സ് കേട്ടോ, അമ്പലത്തിൽ പോകുന്ന ഡ്രസ്സ്. ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടമായ ഡ്രസ്സ് ഞാൻ നല്ല കുപ്പിയോളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ്, കാണാണ്ട് നിങ്ങൾക്ക്. അപ്പോൾ അമ്പലത്തിൽ പോവാനായിട്ട് ഗൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഹെയറൊക്കെ കെട്ടിയിട്ട് നമുക്ക് അമ്പലത്തിൽ പോയിട്ട് കാണാം. അപ്പോൾ കുറേ അമ്പലമുണ്ട് ഗൈസ്. ഞാൻ ഏട്ടൻ്റെ വീട്ടിലാണ്. ഇവിടെ കുറേ അമ്പലമുണ്ട്. ഏത് ദൈവങ്ങൾക്ക് വേണമെങ്കിലും അമ്പലം. നമുക്കിപ്പോൾ ശിവൻ്റെ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞാൽ ശിവൻ്റെ അമ്പലമുണ്ട്, മഹാവിഷ്ണുവിൻ്റെ അമ്പലമുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ശിവൻ്റെ അമ്പലം കുറച്ച് ദൂരെയാണ്, ഒരുപാട് ദൂരെയല്ല എന്നാലും ദൂരെയാണ്. അപ്പോൾ ഗൈസ് നമുക്ക് വേഗം ഹെയറൊക്കെ കെട്ടിയിട്ട് സെറ്റായിട്ട് കാണാം. ഹേ ഗൈസ്, അപ്പോൾ നമ്മളിതാ അമ്പലത്തിൽ പോകാൻ നമ്മുടെ ലുക്ക് എങ്ങനെയുണ്ട് ഗൈസ്? നമ്മൾ റെഡിയായി സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം, ഇപ്പോൾ സമയം 5:30 ഗൈസ്. അമ്പലമൊക്കെ അടക്കണേക്കാൻ മുൻപ് വേഗം തന്നെ നമുക്ക് പോയിട്ട് കാണാം. നമ്മൾ അമ്പലത്തിലെത്തിയിട്ടോ. ഗൈസ്, അപ്പോൾ അതാ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി വന്നിട്ട് ഇതാ നമ്മൾ അമ്പലത്തിലൂടെ പിള്ളേർ കുളത്തിൽ കുളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. വണ്ടിക്കൊരു കുറി തൊട്ട് കൊടുക്കാം. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിതാ അമ്പലത്തിലൊക്കെ തൊഴുതു. ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഞാൻ പറഞ്ഞില്ല ഒരു കുഞ്ഞ് ഈവനിങ് വ്ളോഗാണെന്ന്. അപ്പോൾ നമ്മൾ അമ്പലത്തിലൊക്കെ തൊഴുതു. അമ്പലത്തിൽ വന്നാൽ തന്നെ ഗൈസ് ഒരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ അമ്പലത്തിൽ വന്നു. ഇവിടെ കുട്ടികളൊക്കെ എന്താ പറയുക കുളത്തിൽ കുളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തിരുമേനി അവിടെ പുഷ്പാഞ്ജലിയും പ്രസാദമൊക്കെ തന്നു. അപ്പോൾ ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ. സോറി ഗൈസ്, ഞാൻ ഈ ഒരു വീഡിയോയുടെ വോയിസ് മ്യൂട്ടാക്കാനുള്ള കാരണം TV ഓൺ ആയിരുന്നു. അപ്പോൾ കോപ്പിറൈറ്റ് കിട്ടും കേട്ടോ, അതുകൊണ്ടാണ്. എന്നിട്ട് നമ്മൾ നേരെ ടെറസിലേക്ക് പോയത്. അപ്പോൾ അവിടെ ഒരു അമ്പൽക്കുളമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ഗപ്പീസൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഫുഡ് ഇട്ട് കൊടുത്തു. അപ്പോൾ നല്ലൊരു സമയമായിരുന്നു ഗൈസ്. ഈവനിങ് സമയമായിട്ട് നല്ല രസമുണ്ടായിരുന്നു അവിടെ നിൽക്കാൻ. പിന്നെ ഇത് നമ്മൾ ആമ്പലിൻ്റെ ഇല മൂത്തത് ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 2-3 ദിവസം കഴിയുമ്പോൾ തൈകൾ ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ നീല അമ്പലാണിത്, പുതിയ മൊട്ടൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതാ ഈ ഏട്ടൻ്റെ വീട്ടിൽ ഫ്രണ്ടിൽ ഇങ്ങനെ പാടാണ്. അപ്പോൾ പാടം എന്ന് പറയുമ്പോൾ 2 തവണ കൃഷി ഇറക്കുന്ന പാടങ്ങളാണ് കേട്ടോ ഗൈസ്. ഏട്ടൻ്റെ വീട്ടിൽ അവരുടെ ടെറസിൻ്റെ മുകളിലായിട്ട് മയിലുണ്ടാവാറുണ്ട് കേട്ടോ. രാവിലെയൊക്കെ മയിലിൻ്റെ കരച്ചിൽ കേൾക്കാറുണ്ട്. അപ്പം ഞാനതുണ്ടോ എന്നാണ് ഞാൻ ഈ നോക്കുന്നത്. ഭാഗ്യമുണ്ടെങ്കിൽ ഒന്ന് വീഡിയോയിൽ കാണിക്കായിരുന്നു എന്ന് വെച്ചിട്ട്. പക്ഷെ മയിൽ ആ ഒരു സമയത്ത് ഈ പാടത്ത്, അതായത് പാടത്ത് ഇങ്ങനെ പോയി ഭക്ഷണമൊക്കെ കഴിക്കുന്ന ടൈമാണ് തോന്നുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ പക്ഷികൾ പറന്നു പോണതൊക്കെ കണ്ടു. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തു. അങ്ങനെ നല്ലൊരു രസമായിരുന്നു ഗൈസ് ഇങ്ങനെ ആ സമയത്ത് ടെറസിൽ നിൽക്കാനായിട്ട്. പിന്നെ ഒരു കുറച്ച് നേരം രാത്രിയൊക്കെ അപ്പോൾ ഒന്ന് TV ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്നു. പിന്നെ ഇതൊക്കെ ഞാൻ അൺമ്യൂട്ട് ചെയ്തു കേട്ടോ ഗൈസ്, കാരണം ഇതൊക്കെ കോപ്പിറൈറ്റ് കിട്ടും നമുക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഈ ഒരു കുഞ്ഞ് ഈവനിങ് വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എൻ്റെ നൈറ്റ് ഇട്ടുള്ള നൈറ്റ് റൂട്ടീൻസൊക്കെ കഴിഞ്ഞു. ഫുഡ് കഴിക്കുന്നൊന്നും വീഡിയോ കൊടുത്തില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഏട്ടൻ വന്നു, ഏട്ടൻ ഫ്രഷ് ആവുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഈ ഒരു കുഞ്ഞ് ഈവനിങ് വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.